ഞാൻ പലപ്പോഴും അഹങ്കാരത്തോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വകയാണ്. ലോകത്ത് സ്വന്തമായിട്ട് ഒരു മഹാസമുദ്രമുള്ള രാജ്യമെന്ന് പറയുന്നത് എൻ്റെ രാജ്യമാണ്, ഇന്ത്യയാണ് എന്ന് ഞാനെപ്പോഴും പറയും. ഇന്ത്യൻ മഹാസമുദ്രം, ആ പേര് കേട്ട് നമുക്ക് വളരെ ഒരു 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 ഊർജം തന്നെ അതിൽ നിന്ന് കിട്ടും. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ വകയാണോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ വലിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സംഭവിക്കാൻ കാരണം, ഇന്ത്യൻ മഹാസമുദ്രം നമ്മളെ പറഞ്ഞെങ്കിലും ഞാനതങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ വകയൊന്നും അല്ല ഇന്ത്യൻ മഹാസമുദ്രം, പേരങ്ങനെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൽ അവകാശമുള്ളതെന്ന് പറയുന്നത് 12 നോട്ടിക്കൽ മൈൽസ്, നമ്മുടെ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽസ് അകലത്തേക്കുള്ള ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ടെറിട്ടറി തന്നെയാണ്. അതേപോലെയാണ്. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഇടയിൽ തന്നെ കിടക്കുന്നതാണ്. അതായത് ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ഇടയിലാണ് ഈ സമുദ്രമുള്ളതും ഈ ഭാഗമുള്ളതും. ഇപ്പോൾ ഈയിടെ ഇന്ത്യ വിശാഖപട്ടണത്ത് വെച്ച് നമ്മളൊരു വലിയ നാവിക എക്സർസൈസ് നടത്തി. അതായത് ഒരുപാട് വിദേശ പടക്കപ്പലുകളെ വിളിച്ചു വരുത്തി. ആ പടക്കപ്പലുകൾ അവിടെ വന്ന പടക്കപ്പലുകളെല്ലാം ഓരോ രാജ്യത്തിൻ്റെ ഫ്ലാഗുള്ള ഷിപ്പ് എന്ന് പറയുന്നത് ഒരു രാജ്യമായിട്ട് തന്നെ അംഗീകരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇറാൻ്റെ ഷിപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഇറാനിയൻ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറാൻ വന്നതുപോലാണ്. ശ്രീലങ്കൻ ഷിപ്പ് വന്നാൽ ശ്രീലങ്ക വന്ന പോലാണ്. അതുപോലെ ചൈനയുടെ ഒരു കപ്പൽ വന്നു കഴിഞ്ഞാൽ ചൈന വന്നതുപോലാണ്. അതിനകത്ത് വലിയൊരു എക്സർസൈസ് ആയിരുന്നു, ഒരു നാവിക എക്സർസൈസാണ് വിശാഖപട്ടണം നടന്നത്. വളരെ വളരെ ഒരു പ്രശംസ അതിനകത്ത് നമ്മുടെ നാവികസേനയ്ക്ക് തന്നെ കിട്ടുകയും ചെയ്തു. നമ്മുടെ പ്രസിഡൻ്റാണ് അവിടെ പോയി അതിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചത്. എല്ലാ കപ്പലുകളും ആ ഗാർഡ് ഓഫ് ഓണർ നമ്മുടെ പ്രസിഡന്റിന് നൽകി ബഹുമാനിക്കുകയും ചെയ്തു, ആദരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇത് ഈ കപ്പലുകളെന്ന് പറയുന്നത്, ഈ രാജ്യങ്ങൾ, ഈ കപ്പലുകൾ വരുന്നത് നമ്മുടെ അതിഥികളാണ്. ഇന്ത്യ വിളിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് തിരിച്ചു പോയ ഒരു കപ്പൽ, അതായത് ഇറാൻ്റെ ഒരു വലിയ പടക്കപ്പലാണ് വന്നിരുന്നത്. ഇവിടെ ഈ ഒരുപാട് എക്സർസൈസിന് വേണ്ടി, അവർ നാവിക എക്സർസൈസിന് വേണ്ടി വന്നതാണ്. അവരതെല്ലാം കാഴ്ചവെച്ചിട്ട് അവർ തിരിച്ചു പോകുന്ന വഴി അതിനെ US-ൻ്റെ ഒരു സബ്മറൈൻ വന്നിട്ട് അത് അറ്റാക്ക് ചെയ്തിട്ട് ആ കപ്പൽ മുക്കി. ഇറാൻ്റെ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് മുക്കി ഏതാണ്ട് ഒരു 26 മണിക്കൂറാവുന്നു. അതിൽ 32 പേരെ ശ്രീലങ്കൻ നാവികസേനയുടെ ആളുകൾ അവർ വന്നിട്ട് പെട്രോൾ ബോട്ടുകൾ വന്നിട്ട് അവർ രക്ഷപ്പെടുത്തി. 32 പേരെ അവർ രക്ഷിച്ചു. ബാക്കി ശവശരീരങ്ങൾ ഇങ്ങനെ കടലിൽ ഒഴി നടക്കുകയാണ്. അപ്പോൾ അതെല്ലാം പറക്കി കൂട്ടിയിടുന്നതേ ഉള്ളൂ. ഏതാണ്ട് 85 പേരെ എങ്ങാണ്ട് കാണാനില്ല, അതുപോലെ ആയിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നു. കപ്പൽ എന്തായാലും മുങ്ങിത്താഴ്ന്നു പോയി. ഇതിനെ അപലപിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മര്യാദയാണ്. അത് ഇറാൻ്റെ കപ്പലായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഏത് രാജ്യത്തിൻ്റെ ആയാലും നമ്മളെ അതിഥിയായിട്ട് വന്ന് നമ്മൾ വിളിച്ചു വരുത്തിയതാണ്. നമ്മുടെ അതിഥിയായിട്ട് വന്ന് നമ്മൾ ആതിഥ്യം നൽകി സ്വീകരിച്ച ഒരു കപ്പൽ തിരികെ പോകുമ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല. തിരികെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരുദോഷം യഥാർത്ഥത്തിൽ ഇന്ത്യക്കല്ലേ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? എന്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ അപലപിക്കുന്നില്ല? ഇനി ആയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചു, അതും അപലപിച്ചില്ല, അത് പൊയ്ക്കോട്ടെ. പക്ഷേ നമ്മുടെ ഒരു അതിഥിയായിട്ട് വന്ന ഒരു ഷിപ്പ് തിരികെ പോകുമ്പോൾ ഈ കടലിൽ വെച്ച് തന്നെ അതിനെ ആക്രമിച്ച് ആ കപ്പൽ നശിപ്പിക്കുക, മുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ ഒരു അപമാനമുള്ള ഒരു കാര്യമല്ലേ? അപ്പോൾ ചോദിച്ചാൽ പറയും നമ്മളാണോ ചെയ്തത്, നമ്മൾ വിളിച്ചു, അവർ വന്നു, അവർ പോയി, അതൊക്കെ അവരുടെ ബാധ്യത എന്നൊക്കെ പറയാം. പക്ഷേ ഇതിനെ ഒരു അപലപിക്കുക എന്ന് പറയുന്നത് വെറും കേവല മര്യാദയാണ്. അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇന്ന് കോൺഗ്രസും ഒക്കെ അതിനെ ശക്തിയായ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ നിലപാടിന് മൗനമാണ്. ഒന്നും വാറക്കത്തില്ല, മിണ്ടത്തില്ല. കാരണം ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരെ ഒരക്ഷരം പറയത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് കോൺഗ്രസിൻ്റെ പവൻ ഖേര ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എപ്സ്റ്റീൻ ഗ്യാങ് ആണ് തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. എപ്സ്റ്റീൻ എന്ന ഗ്യാങ് അവരെന്തെങ്കിലും വെളിപ്പെടുത്താതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അനങ്ങാതെ ഇരുന്നോണം. അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്.
പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വിടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടും. അങ്ങനെ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ കഴുത്ത് ഇവരുടെ കക്ഷി തിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഇന്ന് കോൺഗ്രസിൻ്റെയൊക്കെ ആരോപണമാണ്. എപ്സ്റ്റീൻ ഫയൽസിൽ ശ്രീ നരേന്ദ്രമോദിയുടെ പേര് പലയിടത്തും ഉൾപ്പെട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. അറിയില്ല, അത് ആ ഫയൽസ് വെളിയിൽ വരുമെന്നുള്ള ഭയം കൊണ്ടാണ്. എന്തോ കാര്യമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്തോ ഭയമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനല്ല യഥാർത്ഥത്തിൽ ഒരു രാജ്യം ചെയ്യുന്നത്. ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു രാഷ്ട്രത്തലവൻ, അയാൾ ആരോ എന്തോ ആയിക്കോട്ടെ, ഇന്ത്യയായിട്ട് വളരെ ചങ്ങാത്തിലുള്ള ഒരാളായിരുന്നു. അയാളെ മറ്റ് വേറൊരു ഒന്ന് രണ്ട് രാജ്യക്കാർ ചേർന്ന് വധിച്ചപ്പോൾ അതിനെ അപലപിക്കുക എന്ന് പറഞ്ഞ ഒരു മര്യാദയാണ്. അത് ചെയ്തില്ല. ഇനി അത് പൊയ്ക്കോട്ടെ, അത് അവിടെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതായിരിക്കും. മിണ്ടരുതനങ്ങാതിരുന്നോണം എന്ന് പറഞ്ഞതായിരിക്കാം. എന്തായാലും ശരി, എന്നിട്ട് നിങ്ങൾ വലിയ ആളാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു ഒക്കെ ഇഞ്ഞു വിട്ടു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഏതായാലും എന്ന് നമുക്ക് തോന്നാം. പല കാരണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. കാരണം ഇറാന് കഴിഞ്ഞ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ഇറാൻ ഇന്ത്യക്ക് സപ്പോർട്ടാണ്. ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് കൺട്രിയാണ് നമ്മളെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ അവരുമായിട്ടായിരുന്നു നമ്മൾ യുദ്ധം. അപ്പോൾ അതിൽ പോലും ഒരു ഇസ്ലാമിക് കൺട്രി ആയിട്ടുള്ള ഇറാൻ നിന്നത് ഇന്ത്യയുടെ ഭാഗമാണ്. തുർക്കി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നപ്പോഴും ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ടതാണ് ഇറാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ചെയ്തത് ശരിയല്ല. നമ്മുടെ ഭാഗത്തു നിന്നൊരു മര്യാദകേടാണ് അതിനെ അപലപിക്കാതിരുന്നത്. അയാളുടെ രാഷ്ട്രീയം എന്തോ ആവട്ടെ, ഏത് രീതിയിലും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് അതിനകത്തുണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അതിലും ഗൗരവമുള്ളതും ഗുരുതര സ്വഭാവത്തിലുള്ളതുമാണ്. നമ്മുടെ ഒരു അതിഥിയായിട്ട് നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് അവരവിടുന്ന് പോകാൻ നേരത്തെ വഴിയിൽ നിന്ന് അവരെ ആക്രമിച്ചു, ശരിയാക്കി. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുന്നിരിക്കട്ടെ, അയാളെ വഴി കാത്തു നിന്ന് ഒരുത്തൻ എടുത്തിട്ട് അടിക്കുക തിരിച്ചു പോകാൻ നേരത്ത് ആണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് നമുക്ക് കിട്ടിയ അടിപോലല്ലേ? അതല്ലേ സംഭവിച്ചേക്കുന്നത് ഇവിടെ. ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് തന്നെ ഇങ്ങനൊരു സംഭവം നടന്നു. ഓഫ്കോഴ്സ് അത് നമ്മുടെ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ വെച്ചാണ്, അത് വേറെ കാര്യം. അതൊക്കെ ശരിയാണ്. നമുക്ക് നടപടിയെടുക്കാൻ പറ്റുന്നില്ല, നടപടിയെടുക്കണമെന്നില്ല. പക്ഷേ ഇതിനെ അപലപിക്കുകയെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു കേവല മര്യാദ നമ്മുടെ രാജ്യത്തിന് വേണ്ടേ? അതില്ലല്ലോ. കാരണം ഇത് ഈ രീതിയിലായതുകൊണ്ടാണ്. അല്ലാതെ അവരുടെ കപ്പൽ ആര് മുക്കിയാലും നമുക്ക് പ്രശ്നമില്ല, വേറെ എവിടെ വെച്ചാലും. നമ്മൾ വിളിച്ചു വരുത്തിയ ഒരു കപ്പൽ അത് ഈ എക്സർസൈസും കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ അതിനെ ആക്രമിച്ച് അതിനെ മുക്കുക, നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് നമുക്കെതിരെയുള്ള ഒരു ആക്ഷനല്ലേ? ആ രീതിയിലാണ് അത് കാണേണ്ടത്. അപ്പോൾ അത് ആ രീതിയിൽ എടുത്തില്ലെങ്കിൽ പോലും അതിനെ അപലപിക്കുക എന്നുള്ളത് ശരിയായില്ല. ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ്, എല്ലാ കപ്പലുകളും വന്നു. പക്ഷേ ഇതങ്ങനെ പോകുമ്പോൾ അത് നോക്കിയിരുന്നിട്ട് അതിനെ ഉപദ്രവിക്കുക, അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയാനുള്ള ഒരു മര്യാദ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. കോൺഗ്രസ് അത് പറയുന്നുണ്ട്. കോൺഗ്രസ് പറയുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല. പക്ഷെ പവൻ ഖേര പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ ആരോപണം എന്ന് പറയുന്നതിന് ഗവൺമെൻറ് മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം എപ്സ്റ്റീൻ ഗ്യാങ് ആണ് ഇതിൻ്റെ പുറകിൽ. എപ്സ്റ്റീൻ ഗ്യാങ് തീരുമാനിക്കുന്നതേ നടക്കൂ എന്ന് പവൻ ഖേര പറയുന്നു. അപ്പോൾ അത് അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അന്വേഷിക്കാനോ പറയാനോ ഒന്നും ആരുമില്ല. കാരണം കിങ് ക്യാൻ ഡു നോ റോങ് എന്നാണ് പ്രിൻസിപ്പിൾ. രാജാവ് തെറ്റിയത്തില്ലെന്നല്ല, രാജാവിന് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ രാജാവ് എന്ത് ചെയ്താലും അത് തെറ്റല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ അതിനുവേണ്ടി അന്വേഷിക്കാനൊന്നും ഇവിടെ ആരുമില്ല, ഒന്നും നടക്കത്തില്ല.